നമ്മുടെ മക്കഡാമിയ നട്ട്സ് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാം, ഏത് രീതിയിൽ മൂല്യവർദ്ധിതമായി ചെയ്യാം എന്നുള്ളതാണ്. ഏതൊക്കെ രീതിയിൽ നമുക്കിതൊരു കർഷകനെ സംബന്ധിച്ചിടത്തോളം വിപണിയിലേക്ക് ഇറക്കാൻ സാധിക്കും? സിമ്പിള് പരിപാടിയാണ്. സിമ്പിളാണ്. ഓക്കെ, ഇതിന് അത്ര ചിലവേറിയതൊന്നുമില്ല. നമുക്കിത് മൂല്യവർദ്ധിതമായിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നമുക്കിത് മാർക്കറ്റിൽ വിപണിയിൽ ഇറക്കാൻ പറ്റും. ഇപ്പം നേരത്തെ കഴിച്ചില്ലേ നമ്മൾ സാൾട്ടായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെയാണ് നമ്മുടെ ഇത് ചില്ലി ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ചില്ലിയാണത്, കാരണം ചില്ലി. അതുപോലെ നമുക്ക് ഇത് ഹണി ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ മഹുവയുടെ ഒരു തേനിലിട്ടതാണ്, മഹുവ തേന് അതിലിട്ടിട്ടുള്ളതാണ്. പിന്നെ വരുന്നത് നമുക്ക് വരുന്നത് ഇത് പെപ്പറാണത്, പെപ്പറിൽ മിക്സ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കശുവണ്ടി പരിപ്പൊക്കെ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടില്ലേ, നട്ട്സ് കടയിലൊക്കെ മേടിക്കാൻ കിട്ടില്ലേ, അതേ സിസ്റ്റം തന്നെ നമുക്ക് ഇത് വീട്ടിൽ തന്നെ വെച്ചുണ്ടാക്കിയിട്ട് കർഷകന് സിമ്പിളായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇത് തിന്നാനുള്ള സാധനമാണ്, ഫുഡാണ്. ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഉപയോഗിക്കും. ഐസ്ക്രീം, ബിസ്ക്കറ്റുകൾ, കേക്കുകൾ, എല്ലാത്തിനും ഇത് ഉപയോഗിക്കും. സലാഡുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കും, എല്ലാത്തിനും ഇത് ഉപയോഗിക്കും. ഇത് പ്രോട്ടീൻ കണ്ടന്റ് ധാരാളമുള്ള അടങ്ങിയിട്ടുള്ള നട്ട്സ് ആണിത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നഷ്ടം ഒരിക്കലും ഈ കൃഷിയിൽ ഉണ്ടാവില്ല.